ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ ബനാന ബോൾസിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കാരണം ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾവശം നല്ല സോഫ്റ്റും ആയിരിക്കും. അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു സ്നാക്കും കൂടിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മളെ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഏത്തപ്പഴം ഇങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണ്. പിന്നെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 കപ്പ് അവലും, പിന്നെ ഒരു മുട്ട നന്നായിട്ട് കലക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ കുറച്ച് ബ്രെഡ് ക്രംസും കൂടെ ആവശ്യമുണ്ട്. ആദ്യം നമുക്ക് ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് നമുക്ക് ഈ ഏത്തപ്പഴവും ഇതെല്ലാം കൂടെ ഇത്രയും സാധനങ്ങളൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പാനിൽ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് ഏത്തപ്പഴം ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതുപോലത്തെ തവിയോട് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഉടച്ചൊടിച്ച് ഇങ്ങനെ കൊടുക്കാം. ഞാൻ അവലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക. നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ ഇങ്ങനെ ഉടച്ചെടുക്കുന്ന ഒരു രീതിയിൽ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇങ്ങനെ ഉരുട്ടി എടുക്കാം. അപ്പോൾ നന്നായിട്ട് റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിത് മുട്ടയിൽ ഇങ്ങനെ ഒന്ന് ഡിപ്പ് ചെയ്യാം. എന്നിട്ട് ബ്രെഡ് ക്രംസിനകത്ത് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കുക. ഇതുപോലെ എല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഓരോന്നും റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. പാനിലെ എണ്ണ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ബോൾസും ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ചെറിയ തീയിൽ വെക്കാൻ നോക്കുക. ബ്രെഡ് ക്രംസ് ആയതിനൊക്കെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് തിരിച്ച് മറിച്ചിട്ടിങ്ങനെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ നമ്മുടെ ബനാന ബോൾസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.